പക്ഷേ അന്നത്തെ ദിവസം രാത്രി ഇടിയും മഴയും ഉണ്ടായിരുന്നു, ശക്തമായ ഇടിയും മഴയും. നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് അകന്നറിയ ബ്ലഡാണ്, അകന്നറിയ ബ്ലഡ്. ആ മഴേൻ്റെ സമയത്ത് 5 പേരെ കാണുന്നുണ്ട്. അതൊരു നിഴല് പോലെയാണ്. ആ മിന്നൽ വന്നതുകൊണ്ടാണ് ഈ ക്യാമറയിൽ ഇവരെ കാണുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു 10-10:30 ആയ സമയത്തുണ്ട് 2 വണ്ടി നിറയെ പോലീസ് വരും, ഫുൾ ആംസ്. കണ്ണൂർ വിഷൻ ചാർജ് ഷീറ്റിലേക്ക് പ്രിയ പ്രേക്ഷകരെ നിങ്ങൾക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ചാർജ് ഷീറ്റിൽ ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് വളപട്ടണം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു പ്രഭാകർ ദാസ്, അദ്ദേഹം ഒറീസ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിൻ്റെ അന്വേഷണ വഴികളിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ ഒറീസ സ്വദേശിയായ അദ്ദേഹം ഇവിടെ മുമ്പ് പ്ലൈവുഡ് ഫാക്ടറി നടത്തിയിരുന്നു. പിന്നെ ഇവിടെ ചെറിയ സൂപ്പർ മാർക്കറ്റ് നടത്തി കുടുംബവുമായി ജീവിച്ചു വന്ന പ്രഭാകർ ദാസിനെ ഭാര്യയുടെയും കുഞ്ഞ് മകളുടെയും മുന്നിൽ വെച്ച് അക്രമികൾ മൃഗീയമായി കൊലപ്പെടുത്തുകയാണ്. എന്നിട്ട് ആ വീട്ടിൽ നിന്ന് ആഭരണങ്ങളെല്ലാം കൊള്ളയടിച്ച്, വീട്ടു സാധനങ്ങളടക്കം കൊള്ളയടിച്ച് രക്ഷപ്പെട്ട ആ പ്രതികളെ പിന്തുടർന്ന് പിടികൂടിയ കേരള പോലീസിൻ്റെ, കണ്ണൂർ പോലീസിൻ്റെ അന്വേഷണ വഴികളിലൂടെയാണ് ഇന്നത്തെ ചാർജ് ഷീറ്റിൻ്റെ സഞ്ചാരം. അന്ന് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ TV മഹിജൻ, അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചു. ആ അന്വേഷണ കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്നു. പ്രേക്ഷകർക്കും ഒപ്പം മഹിജനും ചാർജ് ഷീറ്റിലേക്ക് സ്വാഗതം. മഹിജൻ, ഈ പ്രഭാകർ ദാസ് എന്ന ഒറീസക്കാരൻ നമ്മുടെ വളപട്ടണത്ത് കൊല്ലപ്പെടുകയാണ്. വളരെ മൃഗീയമായിട്ടുള്ള കൊലപാതകമാണ്. താങ്കൾ ഈ കൊലപാതകം എപ്പോഴാണ് അറിയുന്നത്? അന്ന് രാത്രി ഏകദേശം ഒരു 12:30-1 മണിയോടുകൂടിയാണ് എനിക്ക് വീട്ടിൽ ഫോൺ വരുന്നത്. എവിടെയാണ് താങ്കൾ വിവരം വരുന്നത്? താങ്കളുടെ പോലീസ് സ്റ്റേഷനിൽ? അല്ല, പോലീസ് സ്റ്റേഷനിലല്ല. ഞങ്ങളെ സ്ക്വാഡുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം വിളിക്കും, വിവരം ഇങ്ങനെ പാസ് ചെയ്യും. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അറിയോ എന്ന് ചോദിച്ചിട്ട്. അത് ആദ്യം ആരറിയുന്നോ അയാൾ മറ്റുള്ളവർക്ക് പാസ് ചെയ്യുക എന്നുള്ളതാണ് കടമ. അങ്ങനെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അങ്ങനെ ഒരു കൊലപാതകം എന്ന് കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം തിരിച്ച് ചോദിക്കുക, പൊളിറ്റിക്കലാണോ എന്ന്. എന്താ പറഞ്ഞാൽ സാധാരണ പൊളിറ്റിക്കൽ കേസാണല്ലോ കൂടുതൽ വരുന്നത്. അപ്പോൾ പറഞ്ഞല്ല, പൊളിറ്റിക്കൽ അല്ല എന്നതെന്ന് പൊതുവേ സംസാരം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഹിന്ദിക്കാരനാണ് എന്ന് പറയുന്നു. അതോടുകൂടി റെഡി ആയിക്കോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡി ആയിക്കോ എന്ന് പറയുന്നുണ്ടെങ്കിൽ സ്ക്വാഡിൽ ദൂരം പോകേണ്ടി വരും. ഒന്ന്, ഹിന്ദിക്കാരനായതുകൊണ്ട് കൊലപാതകി അവരെ കൂട്ടത്തിലുള്ളവരാവാം. നമ്മുടെ നാട്ടുകാർ ഹിന്ദിക്കാരുമായിട്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് പൊതുവേ നമ്മൾ മനസ്സിൽ കണക്കൂട്ടുന്നത്. അങ്ങനെ പിന്നീട് എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ണൂർ എത്തുക എന്നുള്ളതാണല്ലോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞ് പിന്നെ മരണപ്പെട്ടിന്, അതുകൊണ്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് എത്തിയാൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തോളാം, ഞാൻ കുറച്ച് ദൂരെയാണ്. അങ്ങനെ പിന്നെ രാവിലെ തന്നെ കണ്ണൂരെത്തി. കണ്ണൂരെത്തിയപ്പോൾ പറഞ്ഞ് നൈറ്റിലുണ്ടായിരുന്നവരൊക്കെ പ്രക്ഷാഭം പോയിട്ടാണ് ഉള്ളത്. അപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് എത്തിയാൽ മതി എന്ന്. അന്ന് സദാനന്ദ സാറാണ് ഞങ്ങളുടെ സ്ക്വാഡിനെ നിയന്ത്രിക്കുന്നത്. SP സാറ് സ്ക്വാഡാണെങ്കിലും നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് അന്നത്തേത് ഹരിശങ്കർ സാറായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ വളപട്ടണം CI കൃഷ്ണൻ സാറാണ്. അപ്പോൾ ഇത് നമ്മൾ സ്ക്വാഡിൻ്റെ തലവനായിട്ട് വരുന്നത് സദാനന്ദ സാറായതുകൊണ്ട് സദാനന്ദ സാറെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ 8 മണിയാകുമ്പോഴത്തേക്ക് എത്തും, അതുകൊണ്ട് അവിടെ എല്ലാവരും റെഡിയായി നിൽക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ വളപട്ടണത്തേക്ക് ഞങ്ങൾ എത്തുന്നു. വളപട്ടണത്തെത്തി. അപ്പോൾ സാധാരണ നമ്മളൊരു സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നിക്കൽ സംഭവ സ്ഥലത്താണ് ആദ്യം പോവുക. അപ്പോൾ സംഭവ സ്ഥലത്ത് പോകണോ ബോഡി കാണണോ എന്നുള്ള വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പറഞ്ഞ് സംഭവ സ്ഥലത്തേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നേരെ ബാക്കിയെല്ലാം ഓഫീസേഴ്സ് കണ്ടല്ലോ. സംഭവ സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് അകന്നറിയ ബ്ലഡാണ്. ബോഡി കൊണ്ടുപോയല്ല.
ബ്ലഡ് കണ്ടു. പിന്നീട് നമുക്ക് ഈ ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് അത്രയും ചോർന്നു പോയിട്ടുണ്ട്. രക്തം വാർന്നാണ് ആള് മരിച്ചിട്ട്. രക്തം പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് നോക്കുമ്പോഴത്തേക്ക് കുടലുമാലയൊക്കെ പുറത്തായി പോയിരുന്നു. അങ്ങനെയാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഓഫീസർമാർ എല്ലാവരും എത്തി. പിന്നെ ഒരു ചെറിയൊരു കോൺഫറൻസ് നടന്നു. ഈ സംഭവ സ്ഥലത്ത് തന്നെ. അന്തരീക്ഷം വീടിൻ്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊക്കെ ഉണ്ട്, താമസക്കാരുണ്ട്. പക്ഷേ അന്നത്തെ ദിവസം രാത്രി ഇടിയും മഴയും ഉണ്ടായിരുന്നു. ശക്തമായ ഇടിയും മഴയും, വേനൽ മഴയാണ്. അപ്പോൾ ഈ ഇടിയും മിന്നലുള്ളത് കൊണ്ട് എല്ലാവരും വാതിലടച്ച് കടന്നു. പിന്നെ ഈ ശബ്ദം പുറത്താരും അധികം കേട്ടില്ല. സമയം നമ്മുടെ മയക്കത്തിൻ്റെ ആദ്യ സമയമാണല്ലോ. എത്ര മണിക്കാണ് സംഭവം നടന്നതായിട്ട് നിങ്ങൾ അറിയുന്നത്? സംഭവം നടന്നതായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന 12 മണിക്ക്, രാത്രി 12 മണിയോടെയാണ് സ്റ്റേഷനിൽ വിവരം വരുന്നത്. അപ്പൊ എത്ര മണിക്ക് നടന്നിട്ടുണ്ടാവും? ആ സ്പോട്ടിൽ തന്നെയായിരിക്കാം. ഒരു 11:45. കൊലപാതകം എങ്ങനെ നടന്നു എന്നാണ് നിങ്ങൾക്ക് കിട്ടിയ വിവരം? അറിയുന്ന ആരെങ്കിലും ഒരാളായിരിക്കാം കയറിയിട്ടുണ്ടാവുക എന്ന് സംശയിക്കാൻ എന്താ കാരണം എന്ന് പറഞ്ഞാൽ വാതിൽ പൊളിച്ചിട്ടില്ല. ചിലപ്പോൾ തുറന്നു കൊടുത്തതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മുട്ടി വിളിച്ചപ്പോൾ ചാടി കയറിയതാണോ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അറിയുന്ന ഒരാളായിരിക്കുമോ എന്നൊരു സംശയം. അങ്ങനെ ആ സംശയം വെച്ചിട്ടാണ് ആദ്യം നമ്മളെ ഒരു പ്രാഥമിക അന്വേഷണം അങ്ങനെ പോകുന്നത്. പിന്നീട് ഓരോരുത്തരായിട്ട് ഡിവൈഡ് ചെയ്തു. ഓരോ ടീമിന് ഇന്ന വർക്കുകൾ എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഒരു ടീം CCTV നോക്കുക, ഒരു ടീം ഈ സംഭവം നടന്ന വീട് മുതൽ ഒരു 150 മീറ്റർ വരെയുള്ള വീടുകളിൽ കയറിയിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ കേട്ടിട്ടുണ്ടോ, ആരെങ്കിലും പോകുന്ന കണ്ടിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ സംശയം പോലും പറയണം, അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ അറിയുന്നവരും നമുക്ക് കഴിയില്ല എന്ന് കരുതിയിട്ട്, ഇതിൻ്റെ ഭാവിയിൽ എന്തെങ്കിലും ഇനി നമ്മളോട് ചോദിക്കുകയോ എന്ന് കരുതിയിട്ട് പറയാതിരിക്കരുത്. അങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ടീമിനെ അങ്ങനെ ഏൽപ്പിച്ചു. ഒരു ടീമിന് എവിടെയെങ്കിലും CCTV ഉണ്ടെങ്കിൽ ആ CCTV കേന്ദ്രീകരിച്ചിട്ട് അന്വേഷണം നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ജില്ലയിലുള്ള ഒരുവിധം ക്രൈം വർക്ക് ചെയ്യുന്ന പോലീസുകാർ മുഴുവൻ ഈ കേസിലേക്ക് ആവശ്യപ്പെട്ടിട്ട് വന്ന് അന്വേഷണം തുടങ്ങി. അങ്ങനെ ഓരോ ടീമിന് കൊടുത്തത് ഓരോ ടീമും വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് വരുന്നത്. അങ്ങനെ എനിക്ക് കിട്ടിയത് ഇത് ഹിന്ദിക്കാരാണെങ്കിൽ ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം എന്ന് കരുതിയിട്ട് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചിട്ട് പരിശോധിക്കാൻ പറഞ്ഞു. അങ്ങനെ ഓരോ ടീമും അവരവരെ വർക്കുകൾ കൃത്യമായിട്ട് ചെയ്തു തുടങ്ങി. അങ്ങനെ ആരും ഈ മരണപ്പെട്ട ആളെക്കുറിച്ച് ഒരു മോശം പറയുന്നില്ല. മലയാളികളായാലും ഹിന്ദിക്കാരായാലും ഇവരെ മോശമായിട്ട് എവിടെ ഒരു വാക്കുകളും പൊതുവേ സംസാരങ്ങളില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഇയാളെ, ആരാണ് ചെയ്യാൻ കാരണം എന്നുള്ളൊരു അന്വേഷണം ഇങ്ങനെ വന്നപ്പോഴാണ് ഇയാളുമായിട്ട് കുറച്ചു കാലം മുന്നേ ഒരു പയ്യൻ ഉടക്കിയിട്ട് പോയിട്ടുണ്ട്. അത് കമ്പനിയിൽ ജോലിക്കാരനായിരുന്നു. അപ്പോൾ ഈ പ്രശ്നം എന്തോ അങ്ങനെ പ്രശ്നങ്ങളായതിൻ്റെ പേരിലാണ് ഇവനെ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കി അങ്ങനെ നാട്ടിലേക്ക് പോയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ നാട്ടിൽ പോയവൻ പിന്നെ ഇവിടെ വന്നിട്ട് ഇവനെ കൊല്ലാൻ മാത്രം ഉണ്ടാവുമോ എന്നുള്ളതാണ്. അത് നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയായില്ല. ഈ ഭാര്യയും മകളും ഈ സംഭവങ്ങൾ കാണുന്നുണ്ടോ? ശരിക്ക് ഭാര്യ കാണുന്നുണ്ട്. ഭാര്യ അപ്പൊ നിങ്ങളോട് അന്നേരം സംസാരിക്കുന്നുണ്ടോ? സമയത്ത് ആദ്യം വന്നപ്പോഴില്ല. ആദ്യം രാവിലെ തന്നെ പറയുന്ന സംഭവ സമയത്ത് ഈ പറയുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ടയേർഡാണ്. അവരോട് ചോദിക്കാനുള്ള മാനസികാവസ്ഥയിൽ അപ്പൊ അവരിലേക്ക് പോകുന്നില്ല. നമ്മളെ വഴിക്ക് അവരൊന്ന് റിലീസായി കിട്ടണ്ടേ. അപ്പൊ കറക്റ്റ്. അപ്പൊ ഇങ്ങനെ ഒരാള് പിണങ്ങിയതായി നിങ്ങൾ കേട്ടു. പുറമേന്ന് കിട്ടുന്നതാണ്. ആദ്യം പുറമേന്ന് കിട്ടുന്നതാണ്. അത് അങ്ങനെ അന്വേഷിച്ചു. അങ്ങനെ അന്വേഷണം നടന്നുകൊണ്ടേയിരിക്കുമ്പോഴാണ് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ നിന്നുള്ള കുറച്ച് കടലാസും പേപ്പറുകളൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോയ കടലാസുകൾ അവിടുന്ന് നമുക്ക്
ഈ പ്രഭാകർദാസ് എന്നുള്ള കുറച്ച് കടലാസ് പേരെഴുതിയ കടലാസുകളൊക്കെ കിട്ടി. അത് പ്രഭാകർദാസ് ഇയാൾ തന്നെ ആവണമെന്നില്ലല്ലോ. ഇതിപ്പോ ഇത് പ്രഭാകർദാസ് തന്നെയാണ് എന്ന് അറിയണമെങ്കിൽ അയാളോട് ചോദിക്കണം, ഇത് നിങ്ങളെ പേപ്പർ ആവാനുള്ള സാധ്യതയുണ്ടോ. അപ്പോൾ അത് പെൻഡിങ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അത് റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിന്റെ പുറത്ത് ഉപേക്ഷിച്ചിട്ട് ഉള്ള കടലാസും ഇതെല്ലാം ഞങ്ങൾ ബ്ലഡ് വരങ്ങിയ കടലാസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഒരന്വേഷണം നടത്തുന്നത്. അതേപോലെ തന്നെ ഇവിടെ CCTV അന്വേഷണം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ CCTVൻ്റെ അകത്ത് നിന്ന് പിന്നെ ഈ സംഭവം നടന്നതിൻ്റെയും ഏകദേശം ഒരു 100-150 മീറ്റർ ബാക്കിലുള്ള ഒരു വലിയ വീടുണ്ട്. ആ വീട്ടിലെ CCTVയിൽ ഈ 12 മണിക്ക് മുന്നേ ഈ മഴൻ്റെ സമയത്ത് ഇടിയും മിന്നലും നടക്കുന്നുണ്ടല്ലോ, ആ മഴേൻ്റെ സമയത്ത് 5 പേരെ കാണുന്നുണ്ട്. അതൊരു നിഴല് പോലെയാണ്. ആ മിന്നൽ വന്നതുകൊണ്ടാണ് ഈ ക്യാമറയിൽ ഇവരെ കാണുന്നത്. ആ വെളിച്ചത്തിലാണ് ഇവര് മിന്നലിന്റെ ദൈവത്തിന്റെ വെളിച്ചം. എവിടെയെങ്കിലും ദൈവം ഒരു ചാൻസ് നമുക്ക് തരും, അത് ആരും നിഷേധിച്ചാലും. അങ്ങനെ ഒന്ന് വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇതിനി ആരാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ 5 പേരെ ഈ മിന്നൽ വെളിച്ചത്തിൽ നിഴല് പോലെ ഇങ്ങനെ കാണാം. 5 പേരെ ആരെയും മുഖം മനസ്സിലാവില്ല. പക്ഷെ ഈ സമയത്ത്, ഈ മഴ സമയത്ത്, ഈ ക്യാമറയിലുള്ള സമയത്ത് 5 പേരെ കാണുന്നു. ഈ വീട്ടിൽ 5 പേര് വന്നിന് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് അത്രയെങ്കിലും മുന്നോട്ട് കയറി എന്നുള്ളൊരു ഭാര്യയിൽ നിന്ന് പ്രാഥമിക വിവരം കിട്ടി. അവർ 5 പേരുണ്ടായിരുന്നു. ഇടയ്ക്ക് ചോദ്യം ചെയ്ത് മനസ്സിലാക്കി. ഏത് നിലക്കാ ചെയ്തതെന്ന് ഭാര്യ പറയുന്നുണ്ടോ? എങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ പിടിച്ചു വെക്കാൻ വേണ്ടി നോക്കിയിരുന്നു, പക്ഷെ എങ്കിൽ കഴിഞ്ഞില്ല. അങ്ങനെ മൽപ്പിടുത്തമായിട്ട് അതാണ് സംശയം. ഞാൻ അവരെ മുറിക്കുള്ളിലേക്ക് തല്ലിയതാണ് എന്നാണ് ഒരു ഓർമ്മ. എന്നിട്ട് ഇയാളെ വയറിന് കുത്തിയിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടുന്ന് എടുത്തു. അങ്ങനെയുള്ള പേപ്പറാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുക എന്ന് ഞങ്ങൾ കരുതുന്നു. 5 പേരുടെ ആ നിഴൽ അവിടെ വന്നു. അവിടെയാണ് തുടക്കം. അങ്ങനെ 5 പേര് വന്നിട്ടുണ്ടെങ്കിൽ പുതിയൊരു എന്നാണല്ലോ വരേണ്ടത്. പുതിയൊരു ഈ വീട്ടിൽ എത്തുന്നത് വരെയുള്ള മുഴുവൻ CCTVയും കോപ്പി ചെയ്യണം. മുഴുവൻ CCTVയും കോപ്പി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ടൈമിലുള്ളത് നോക്കി മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധമായിട്ടും ഓരോരുത്തരെയും മറ്റുള്ളതിനകത്തുനിന്നും കൂടി ഇതിനകത്തേക്ക് അളവരിച്ച് ഇത് നോക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കുമ്പോഴാണ് ബാറിൽ ഇവരുണ്ടായിരുന്നു 5 പേര്. 5 പേരുടെ ഒരു ടീം ബാറിലുണ്ടായിരുന്നു. ആ നിഴല് പോലെ കാണുന്നതും ഈ ഇവിടെ കാണുന്ന മുഖങ്ങളും ഏകദേശം സെയിം ആക്കി കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു ഇതിൽ വന്നപ്പോൾ ഒരു ബാർബർ ഷാപ്പിൻ്റെ അകത്ത് നിന്ന് കൂടി ഇതേ 5 പേരുടെ നല്ല മുഖങ്ങൾ കിട്ടി. ബാർബർ ഷോപ്പ്, ആ വീടിന്റെ ക്യാമറയാണ് ഫസ്റ്റ് തുടക്കം. പിന്നെ അതിലാണ് നമ്മൾ 5 പേരുണ്ട് എന്ന് മനസ്സിലാക്കി. പിന്നെ ബാർബർ ഷോപ്പിൽ 5 പേരുണ്ട്. അപ്പോ ഈ 5 പേരെ നമുക്ക് രഹസ്യമായിട്ട് ഇനി ആളെ കാണിക്കാൻ പറ്റും. അതാ പറഞ്ഞാൽ ഇത് ഫ്ലാഷ് ആയി കഴിഞ്ഞാൽ പിന്നീട് കിട്ടാൻ ബുദ്ധിമുട്ടും പ്രതികളെ. അപ്പോൾ അതിൽ നമ്മൾ ഇവരെ തന്നെ മരണപ്പെട്ട ആളുടെ അടുത്ത ബന്ധുക്കളായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് പിന്നെ ഇത് കാണിച്ചു. പിന്നെ കമ്പനിയിലും വിശ്വസിക്കാൻ പറ്റുന്ന കുറച്ച് ടീമുണ്ടായിരുന്നു, നമ്മളുമായിട്ട് വളരെയധികം സഹകരിക്കുന്നത്. അപ്പോൾ അവരെയും വിശ്വസിക്കാമെന്നുള്ള കണ്ടീഷനിൽ ഈ സഹകരണം കണ്ടിട്ട് ഞങ്ങൾ രഹസ്യമായിട്ട് ഈ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് കാണിച്ച സമയത്ത് പറഞ്ഞു, ഇതിൽ ഒരാൾ ഇന്നയാളാണ്. അപ്പോൾ അവനെ ഇനി കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് മുന്നോട്ടേക്കുള്ള ഒരാളെ തിരിച്ചറിയുന്നുള്ളൂ. ബാക്കി 4 ഇവർക്കും തിരിച്ചറിയാം. ഒരാളെ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിഞ്ഞവനാണ് ഈ ശങ്കരദാസുവിനെ ആയിട്ട് ഉടക്കിയിട്ട് പോയവൻ, നാട്ടിലേക്ക് പോയവൻ. അപ്പോൾ അവനെ ഇനി എങ്ങനെ കണ്ടെത്താൻ പറ്റും, അവൻ എവിടെയാണ് എന്ന് അറിയാൻ പറ്റും എന്ന് അന്വേഷണം തുടങ്ങി. അത് പിന്നീട് ഉള്ള രഹസ്യം മാത്രം. ഇത് മനസ്സിലായി എന്ന് നമ്മൾ തമ്മിൽ കണ്ടവരല്ലാതെ പുറത്തൊരാൾ അറിയാൻ പാടില്ല. ഇതേ അന്വേഷണം തന്നെ ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കുക. അവരിവിടുന്ന് പോകാതിരിക്കാം എന്നുള്ള കണ്ടീഷനിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ അവനെ അവിടെ എത്തിക്കഴിഞ്ഞാലും അവർ സുരക്ഷിതരായിരിക്കും. അവിടെ സുരക്ഷിതരായിരിക്കും അവർ കരുതും. ഇവിടെ എന്തായാലും ഒരു പയ്യൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടാവുമല്ലോ.
അപ്പോൾ അവരുമായിട്ട് എന്തെങ്കിലും ലിങ്ക് ഉണ്ടായി ഒന്ന് ഫോണിലെങ്കിലും ചോദിക്കുമല്ലോ. ഞാനാണ് ഇവിടെ വന്നതെന്ന് പറയാതെ തന്നെ ഇങ്ങനെ ഒരു ന്യൂസ് കാണുന്നുണ്ട് എന്നെങ്കിലും പറഞ്ഞ് ചോദിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ മറ്റുള്ള എവിഡൻസുകളിലേക്ക് തിരിഞ്ഞു. അങ്ങനെ എവിഡൻസിലേക്ക് തിരിഞ്ഞ സമയത്താണ് ഒരു ഫോൺ നമ്പർ, ഇവൻ പണ്ട് ഉപയോഗിച്ച ഫോൺ നമ്പറുണ്ട്, ആ ഫോൺ നമ്പറും ഈ ഇവിടെയുള്ള സുഹൃത്തുക്കളുടെ ഫോൺ നമ്പറും എല്ലാം ഞങ്ങൾ വാച്ച് ചെയ്യാൻ തുടങ്ങി. ഫോൺ വാച്ച് ചെയ്തതിൽ പിന്നെ വെലിങ്ങിനെയൊന്നും നമുക്ക് കയറി പോകാൻ പറ്റിയില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവൻ്റെ ഫോണ് ആദ്യമേ ഡെഡായി കിടക്കുക. ഡെഡാണ്. അതിൻ്റെ നമ്മൾ നോക്കുന്ന സമയത്ത് അത് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. പക്ഷേ ഇവനെ ഇവിടെ നമ്മൾ കണ്ടല്ലോ, നമ്മുടെ സാന്നിധ്യം ഉറപ്പാക്കി. പിന്നെ മുഖംമൂടി ധരിച്ചത് കൊണ്ട് ഈ സ്ത്രീക്ക് ഒന്നും പറയാൻ പറ്റില്ല. 5 പേര് മുഖംമൂടി ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീക്ക് ആ സമയത്ത് ഒന്നും പറയാൻ പറ്റിയില്ല. പുറത്ത് മുഖംമൂടി ധരിക്കാത്ത ചിത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് മുഖംമൂടി ധരിക്കാത്ത അവിടെയാണ് അന്വേഷണത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റിൽ നമ്മൾ മുന്നോട്ട് കയറുന്നത്. അങ്ങനെ പിന്നെ SP സാറും സാന്ത സാറും പിന്നെ കൃഷ്ണ സാറും എല്ലാം കൂടിയിട്ട് വീണ്ടും ഒരു കോൺഫറൻസ് ചേർന്നു. ആ കോൺഫറൻസിൽ ചേർന്ന സമയത്ത് പിന്നെ എന്തായാലും ഇവരിവിടുന്ന് പോകാനാണ് സാധ്യത, ഈ സംഭവം കഴിഞ്ഞിട്ട് എന്തായാലും പോകാനാണ് സാധ്യത, അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകാൻ തയ്യാറായിക്കോ എന്ന് പറഞ്ഞു. നല്ല സ്വർണം പോയിട്ടുണ്ട്. അങ്ങനെ ഇവിടുന്ന് പിന്നെ പോകാനുള്ള തയ്യാറെടുപ്പ് നടക്കുന്ന സമയത്ത് ആദ്യം പറഞ്ഞ് വണ്ടി എടുത്തിട്ട് പോവുക. അപ്പോൾ വണ്ടി എടുത്തിട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദൂരം ഓടിയിട്ട് വേണം അവിടെ എത്താൻ. ഒറീസയിലെത്തണം. ഒറീസയിലെ ഗാൻഗം ജില്ലയിലാണ് എന്നാണ് ഇവിടുന്ന് മറ്റവർ പറഞ്ഞത്. ഇവൻ അവിടെ തിരിച്ചറിഞ്ഞ് ഒരുത്തൻ്റെ വീട് ഒറീസയിൽ നിന്നും കുറേ ദൂരമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എന്നാലും ഇനി എങ്ങനെയാണ് പോകുന്നത് തീരുമാനമായി. പിന്നീട് പെട്ടെന്ന് സാന്ത സാറ് പറഞ്ഞു ഇവരെ ഫ്ലൈറ്റിന് കയറ്റി അയക്കാം, എന്നാലേ ഇനി രക്ഷയുള്ളൂ എന്നുള്ള കാര്യത്തിൽ അങ്ങനെ ഫ്ലൈറ്റിന് ഞങ്ങൾ ഈ മനസ്സിലാക്കിയതിൻ്റെ പിറ്റേത്തെ ദിവസം അതിന് 2 ദിവസം അങ്ങനെ ഇവിടുന്ന് കഴിഞ്ഞിന്. ഈ അന്വേഷണം ഇങ്ങനെ നടക്കണമല്ലോ. 3-ാമത്തെ ദിവസം അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഫ്ലൈറ്റിൽ ഇവിടുന്ന് പിന്നെ ഞങ്ങളെ ബാംഗ്ലൂർ കൊണ്ട് ഇറക്കി. ഇവിടുന്ന് ബാംഗ്ലൂർ ഇറക്കി. അവിടുന്ന് പിന്നെ ഭുവനേശ്വറിലേക്ക് ഫ്ലൈറ്റിന് അങ്ങനെ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറി. അന്നാണ് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നത്. സർക്കാരിന്റെ ചെലവിലുള്ള ആദ്യത്തെ യാത്ര. അന്ന് 5 പേര്. ഒന്ന് രാജീവൻ, അനീഷ്, രഞ്ജിത്ത്, പിന്നെ അന്നത്തെ വളവട്ടണം SI. അങ്ങനെ ഞങ്ങൾ 5 പേരാണ് ഇവിടുന്ന് പിന്നെ അന്വേഷണത്തിനായിട്ട് ഒറീസയിലേക്ക് പോകുന്നത്. ഭുവനേശ്വറിൽ ഫ്ലൈറ്റ് ഇറങ്ങി അവിടുന്ന് ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത്. ഈ പറയുന്ന സ്ഥലത്തേക്ക് ഏകദേശം 3 മണിക്കൂറോളം യാത്രയുണ്ട്. അത് അപ്പോഴത്തെ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ SP സാറ് ഞങ്ങളോട് പറയുന്നുണ്ട്, ഞാൻ അവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരും, നിങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ബാക്കിയെല്ലാം ഞാൻ ചെയ്തു തരാമെന്ന് സാറ് പറയുന്നുണ്ട്. ഹരിശങ്കർ സാറ് ഉറപ്പ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹരിശങ്കർ സാറെ ബാച്ച് മീറ്റായിരുന്നു അവിടെ ഉണ്ടായിരുന്ന SP. അപ്പോൾ പിന്നെ അത് ഞങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു ബാച്ച് മീറ്റ് ആകുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രിഫറൻസ് കൂടി കിട്ടുമല്ലോ എന്നുള്ള ധൈര്യം നമുക്കും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേകദേശം പിന്നെ വൈകുന്നേരം 2 മണി 3 മണി സമയത്താണ് ഞങ്ങൾ ഈ സ്ഥലത്തെത്തുന്നത്. സ്റ്റേഷനിലെത്തി ഞങ്ങൾ സാറെ വിളിച്ച് പറഞ്ഞു, സാറേ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന്. അപ്പോൾ വീണ്ടും പിന്നെ സാറ് വിളിച്ചിട്ടുണ്ടാവും. അവിടെ വിളിച്ച് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയി ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ അവിടെ ഭക്ഷണത്തിൻ്റെ അവർ വിളിച്ച് പറഞ്ഞു, നമുക്ക് ഭക്ഷണമൊക്കെ വന്നു, ചായ വന്നു. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ആർക്കും എപ്പോഴും ചായയാണ്, ടീ കിട്ടും. അത്
അവിടുത്തെ ഒരു വെറൈറ്റി, ഒരു Variety. ചെറിയൊരു മൺപാത്രത്തിൽ കുറച്ച് ചായ കിട്ടും. അങ്ങനെ വന്നു. പിന്നെ പിന്നീട് സമയങ്ങൾ ഇങ്ങനെ കയറി കയറി പോവാ. അപ്പോൾ പിന്നെ 5 മണിയായി, 6 മണിയായി, 7 മണിയായി. അപ്പോൾ ഞങ്ങളിങ്ങനെ കരുതുന്നു, ഇവർ ഇടുന്നൊന്നും ചെയ്യുന്ന കാണുന്നില്ലല്ലോ, നമ്മളെ വിളിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു SP ഓഫീസിന്റെ പുറത്തിരിക്കുകയാണ്. അവിടുത്തെ സ്റ്റേഷൻ, അവിടുത്തെ അവിടുത്തെ സ്റ്റേഷനിലേക്ക് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഇന്ന സ്ഥലത്തുള്ള ഈ- സ്റ്റേഷനിലേക്കാണ്. നമ്മൾ ഈ സംശയിക്കുന്ന പ്രതിയുടെ വീടിരിക്കുന്ന സ്റ്റേഷൻ. സ്റ്റേഷൻ ഞങ്ങൾ SP ഓഫീസിലേക്ക് പോകുന്നില്ല. ഉം. അങ്ങനെ 8 മണിയായി. 8 മണിയായപ്പോൾ പിന്നെ രാവിലത്തെ ആൾ ചേഞ്ചായി. ഉം. ചേഞ്ചായി പുതിയൊരു SI വന്നു. സാധാരണ ഓഫീസർമാർ അവിടുത്തെ പരാതിക്കാരെ പോലെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ആ. ഒരു വിവരവും ഇല്ല. ഒന്നുമില്ല. ആ. അപ്പോൾ അവർ വന്നു. അവർ വന്നപ്പോൾ ചോദിച്ചു, പിന്നെ അപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. സാറ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞങ്ങളോടും ചോദിച്ചു, പ്രതിയെ കിട്ടിയാൽ നിങ്ങൾ കൊണ്ടുപോകുമോ എന്നുള്ളതാണ് ഉം. അടുത്ത ചോദ്യം. ഉം. കിട്ടിയാൽ നിങ്ങൾ കൊണ്ടുപോകുമോ? ഉം. കൊണ്ടുപോകും. എന്നാൽ വെയിറ്റ് ചെയ്യൂ. ഉം. വീണ്ടും വെയിറ്റ് ചെയ്യൽ തന്നെ. അങ്ങനെ ഒരു 10 മണിയായി. 10 മണിയായിട്ടും കാണുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു 10-10:30 ആയ സമയത്തുണ്ട് 2 വണ്ടി നിറയെ പോലീസ് വരുന്നു. ഫുൾ ആംസ്, ആയുധങ്ങളായിട്ട്. ആയുധം ഫുൾ ആംസാണ്.